ഹായ് ഗൈസ്, ഇറ്റാൻസ്പ്ലോ പേജാണ്. ഇന്ന് നമ്മുടെ കയ്യിൽ നമ്മളൊരു വയർലെസ് മൈക്ക് നമ്മൾ ഫോണിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ റൊമാൻസിക്കുന്നത് അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്, അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ കേസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഓപ്പൺ അല്ല, കേസ് കണ്ടില്ല. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നു, ഓപ്പണാക്കി ഇതാണ് സാധനം. ഇത്രേ ഉള്ളൂ. ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടായിരുന്നു എടുത്തപ്പോൾ കണ്ടില്ല. നമ്മളത് ഓപ്പണായിട്ടാണ് വന്നത്. വയർലെസ് മൈക്രോഫോൺ, പുറകിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. J11 എന്ന് പറഞ്ഞ കമ്പനി, 20 മീറ്റർ ആക്സോഷ്യ, പ്ലഗ് ആൻഡ് പ്ലേ, ഹൈ ടെമ്പർ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. നെക്സ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മേളിലോട്ട് നമുക്ക് ഊരിയെടുക്കാം. അതായിരിക്കും നല്ലത്. ഒറ്റക്കയിലാണ് ഊരിയെടുക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു പണിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ഊരിയെടുക്കാം. ഊരിയെടുത്ത് ഇതാ റീടെക് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഈ സാധനം. അതായത് ഈ മൈക്ക് ഉള്ള കൂടുതലെന്ന് പറഞ്ഞാൽ ഒരു കേസ് ഉൾപ്പെടെ വരുന്നത്, പിന്നെ USB-C to ലൈറ്റ്നിങ്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചാർജിങ് കേബിൾ എല്ലാം കൂടെ വരുന്നത് ഒന്നാണ്. ചാർജിങ് കേബിളാണ്, C ടൈപ്പിൻ്റെ ചാർജിങ് കേബിള് നമ്മൾ ഓപ്പൺ ആക്കുന്നു. അല്ലേ, ഒരു USB-A to C ടൈപ്പ് ചാർജിങ് കേബിള്. അതേപോലെ തന്നെ അതിൻ്റെ മാനുവൽ നമ്മളിലുണ്ട്. വയർലെസ് മൈക്രോഫോൺ യൂസർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കേസിൻ്റെ പരിപാടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുന്നു. ഓക്കെ, എടുക്കുകയാണ്. അല്ല, ഇതാണ് R2 ടെക് എന്നോ REI ടെക് എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വായിക്കാം. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടില്ലേ, ഒരു മൈക്ക്, അതിൻ്റെ റിസീവറിനകത്ത് തന്നെ C ടൈപ്പ് പ്ലഗ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, RX TX റിസീവർ അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഫുൾ ഡിസൈൻ. ഇതൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ വോയിസ്, ഇതിപ്പം ഫോണിൽ നോർമൽ എടുക്കുന്നതാണ്, നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വോയിസ് ആപ്പിളിനകത്ത് എടുക്കുമോ, ചിലപ്പം ആൻഡ്രോയിഡിനകത്തൊക്കെ എടുക്കുമ്പോൾ ഇതിന് തേർഡ് പാർട്ടി ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. നമുക്കത് ചാർജ് കുത്തിയിട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മൈക്ക് നമ്മൾ കുറച്ച് നേരം നമ്മൾ ചാർജിനിട്ടു. ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ USB-C. പിന്നെ ഇത് റിസീവർ, ഇതിനകത്ത് തന്നെ നമുക്ക് കുത്തി ചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ റിസീവർ എടുത്ത് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് മൈക്ക് എടുത്തിട്ട് നോക്കാം. നമ്മളപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തു. കണ്ടില്ല, ഇതാണ് മൈക്ക്. നിങ്ങൾ പറയുന്നത് കറക്റ്റ് കേൾക്കുന്നുണ്ട്. മൈക്ക് ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാം. കണ്ടില്ല, പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ മൈക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതാണ് മൈക്കിൻ്റെ ക്വാളിറ്റി. ഇത് മൈക്ക് ജസ്റ്റ് റിസീവർ നമ്മൾ അതിൻ്റെ താഴത്തൂത്ത റിസീവറിൻ്റെ ലൈറ്റ് എപ്പോഴും ഓണായിട്ടിരിക്കും. ഇതിനകത്ത് ഒരു ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ ഓണായിട്ട് നിൽക്കും. ഇതാണ് മൈക്കിൻ്റെ ക്വാളിറ്റി. ഹലോ 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 ഇങ്ങനെ നമുക്ക് മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് തന്നെ 3-4 നോയിസ് റിഡക്ഷൻ മോഡുകളുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് 3 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു മോഡാണ് ഒന്നാമത്തെ മോഡ്. ഇനി നമുക്കൊരു 3 ക്ലിക്ക് കൂടെ ചെയ്യാം. 1 2 3 അല്ല, ഇനി രണ്ടാമത്തെ ഓപ്ഷന്. ഇനി നമുക്ക് മൂന്നാമത്തെ ഒന്നുകൂടെ നോക്കാം. 1 2 3 അല്ല, അത് റെഡ് കത്തി, അതിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ. ഇത്രയാണ് ഒരു R2 ടെക് എന്ന് പറഞ്ഞാൽ, R2 ടെക് എന്നാണ് നമുക്ക് ഇടാം, REI ടെക് എന്നും പേരിടാം. അതിൻ്റെ ഒരു വയർലെസ് മൈക്ക്, ഒറ്റൊരു പീസേ കിട്ടുള്ളൂ. 800 രൂപ സംതിങ് ആണ് കേസ് ഉൾപ്പെടെ. അതിൻ്റെ ഇത്രയാണ് മൈക്കിൻ്റെ സെറ്റപ്പുകൾ. അപ്പോൾ ഇത്രയാണ് ഒരു വയർലെസ്, ഒരു ബഡ്ജറ്റ് വയർലെസ് മൈക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആമസോണിലുണ്ട്. R2 ടെക് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളറിലുണ്ട്. അപ്പം നോക്കുക. ബൈ.